സഞ്ജീവനിയിലേക്ക് സ്വാഗതം. സഞ്ജീവനി കഴിഞ്ഞ 32 വർഷത്തിലധികമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പ്രകൃതി ചികിത്സയുടെ ആചാര്യനായ CR വർമാജിയാണ് ഈ സ്ഥാപനം സ്ഥാപിച്ചത്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന പിന്നെ നമ്മുടെ KR നാരായണൻ, അതുപോലെ തന്നെയുള്ള പ്രമുഖരായിട്ടുള്ള ആളുകളാണ് ഇതിൻ്റെ സ്ഥാപകരിൽ പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ. പ്രകൃതി ചികിത്സയാണ് ഇവിടെ പ്രധാനമായിട്ട് നടക്കുന്നത്. പ്രകൃതി ജീവനം എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അങ്ങനെ പ്രകൃതിയോടൊത്ത് നമുക്ക് ജീവിച്ചു പോവുക. അങ്ങനെയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന അസുഖങ്ങളൊന്നും ഇല്ലാതെ വരിക. അതോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ അസുഖം നമ്മളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണ രീതികൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെ അസുഖത്തെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് ഈ പ്രകൃതി ചികിത്സ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് 100% പ്രകൃതിദത്തമായ വിധത്തിൽ തന്നെയാണ് സഞ്ജീവനിയിലെ പ്രകൃതി ചികിത്സാ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. സഞ്ജീവനിയെക്കുറിച്ച് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാം. നമസ്കാരം. സഞ്ജീവനി എന്ന് പറയുന്ന ഒരു പ്രകൃതി ചികിത്സാ കേന്ദ്രമാണ്. പ്രകൃതി ചികിത്സ എന്ന് പറയുന്നത് നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ, അതായത് പഞ്ചമഹാഭൂതാസാണ് പ്രകൃതി ചികിത്സയുടെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. വായു, ആകാശം, ഭൂമി, ജലം, അഗ്നി ഇവകളെല്ലാം കൂടി ചേർത്ത് ഇണക്കിക്കൊണ്ടാണ് നമ്മൾ ചികിത്സ ചെയ്യുന്നത്. പ്രകൃതി ചികിത്സയുടെ ആവശ്യകത വരുന്നത് തന്നെ നമ്മളെ പ്രകൃതിയിൽ നമ്മൾ കാണിക്കുന്ന വികൃതി എന്ന് പറയാം, നമ്മുടെ ഓരോ രോഗാവസ്ഥയിലേക്ക് കടക്കുമ്പോഴാണ് ചികിത്സയുടെ ആവശ്യം വരുന്നത്. പണ്ടൊക്കെ നമ്മൾ ഒരു ചിട്ടയായ ജീവിതശൈലിയും ജീവിതക്രമത്തിലൂടെയൊക്കെ ആയിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് നമ്മുടെ കാലം മാറുന്നതനുസരിച്ച് നമ്മുടെ ജീവിതശൈലിയിൽ വന്നിട്ടുള്ള വ്യതിയാനങ്ങൾ മൂലം നിരവധി രോഗങ്ങൾക്ക് നമ്മൾ അടിമപ്പെടുന്നുണ്ട്. അതിൽ പ്രധാനമാണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ ജീവിതശൈലി രോഗങ്ങൾ വന്നതിന്റെ അടിസ്ഥാന ഘടകവും നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടായ മാറ്റമാണ്. അപ്പൊ രോഗാവസ്ഥയിലേക്ക് കടക്കുമ്പോഴാണ് നമുക്ക് പ്രകൃതി ചികിത്സ എന്നൊരു ഭാഗത്തിന്റെ ആവശ്യകത ഉണ്ടാകുന്നത്. എന്നാൽ നമ്മൾ പ്രകൃതി ജീവന മാർഗവും പ്രകൃതി ചികിത്സ, ഇപ്പൊ പ്രകൃതിയെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പ്രകൃതി ജീവനം, പ്രകൃതി ചികിത്സ ഇങ്ങനെ 2 പാർട്ട് വരുന്നുണ്ട്. രോഗികൾക്ക് ചികിത്സയും അല്ല, നമുക്കിപ്പോ നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രകൃതി ജീവന മാർഗവും സ്വീകരിക്കാവുന്നതാണ്. ഇപ്പൊ നമ്മൾ പ്രകൃതി ചികിത്സയിലെ ചികിത്സാ രീതികൾ എന്തൊക്കെയാണെന്നുള്ളത് ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞു. പഞ്ചമഹാഭൂതങ്ങളാണ് ഇതിന്റെ പ്രധാന അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞത്. അപ്പൊ അതിൽ നമ്മൾ ജലചികിത്സ, അതുപോലെ തന്നെ സൂര്യസ്നാനം, തേജസ് എന്ന് പറഞ്ഞു സൂര്യൻ, ലൈറ്റ്. അപ്പൊ നമ്മൾ സൂര്യസ്നാനം, അതായത് സൺബാത്ത് പോലെയുള്ള ചികിത്സകൾ ചെയ്യുക. അതുപോലെ തന്നെ ജലചികിത്സയിൽ ടെമ്പറേച്ചറിനെ നമ്മൾ മാനേജ് ചെയ്യുക, അതായത് ചൂട്, തണുപ്പ്, ഇങ്ങനെ നമ്മൾ പല രീതിയിൽ പാക്കുകളായിട്ടും, അതായത് നമ്മൾ പുറമേ നനഞ്ഞ തുണി കൊണ്ട്, പ്യുവർ കോട്ടൺ അല്ലെങ്കിൽ നമുക്ക് അതായത് അതിൻ്റെതായിട്ടുള്ള ചില മെറ്റീരിയൽ യൂസ് ചെയ്യാറുണ്ട്. ഇല്ല, നമുക്കിപ്പോൾ ഈസി ആയിട്ട് ചെയ്യാവുന്ന വെച്ചാൽ നമുക്ക് പ്രകൃതി ചികിത്സയിൽ പലതും നമുക്ക് തന്നെ കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചികിത്സാ രീതികളാണ്. അപ്പൊ അത്തരത്തിൽ നമ്മൾ ആ ഒരു കോട്ടൺ ക്ലോത്തുകൾ യൂസ് ചെയ്ത് ടെമ്പറേച്ചർ മാനേജ് ചെയ്ത്, ചിലപ്പോൾ കോൾഡ് ആയിരിക്കാം, ചിലപ്പോൾ ഹോട്ട് ആയിരിക്കാം, അത്തരത്തിലുള്ള വെള്ളത്തിലേക്ക് ഡിപ്പ് ചെയ്ത് നമ്മൾ ക്ലോത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് മുറുക്കി പിഴിഞ്ഞ് നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് കിട്ടുന്നുണ്ട്. ഫുൾ വെറ്റ് പാക്ക് തന്നെ ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ വെറ്റ് പാക്ക് അല്ലെങ്കിൽ വെറ്റ് പാക്ക് ഷീറ്റ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഇപ്പോൾ ആന്തരികമായിട്ടുള്ള അവയവങ്ങളെ ആയിരുന്നാലും, അതുപോലെ തന്നെ മസിൽസ്, ജോയിന്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ അസുഖ രീതികൾക്കും അനുസരിച്ചിട്ട് അതിൽ അപ്ലൈ ചെയ്യുന്ന ടെമ്പറേച്ചറിൽ വേരിയേഷൻ വരാം. അതുപോലെ തന്നെ നമ്മൾ ജനറൽ ആയിട്ട് ഒരു രോഗാവസ്ഥയിലുള്ള ഒരാളല്ല. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ കൂടി നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ടുകളും വേദനകളും പരിഹരിക്കുന്നതിനും അതുപോലെ തന്നെ രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിനായിട്ടൊക്കെ ഈ ചികിത്സ ചെയ്യാറുണ്ട്. അപ്പോൾ ഓരോ അവസ്ഥ അനുസരിച്ച്, ഇപ്പോൾ ജനറൽ ആയിട്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നത്, ഓരോ അവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് ഈ കൊടുക്കുന്ന രീതിയിൽ മാറ്റം ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന ചികിത്സാ ഭാഗമാണ് ബെഡ്ഷീറ്റ് പാക്ക്. അതുപോലെ തന്നെ സൂര്യസ്നാനം, സൺബാത്ത് നമുക്ക് ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. വൈറ്റമിൻ ഡി നമ്മുടെ ശരീരം പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെയിൽ കൊള്ളണം എന്നുള്ളത്. അതൊരു ചികിത്സയായിട്ട് എടുക്കേണ്ടി വരുന്ന ഇതിനെക്കുറിച്ചിട്ടുള്ള ധാരണ മറ്റുള്ളവർക്ക് ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് നമ്മൾ വെയിൽ കൊള്ളുക എന്നുള്ളൊരു ചികിത്സാ രീതിയായിട്ട് തന്നെ ഇവിടെ പറയുന്നത്, സൺബാത്ത് എന്നുള്ള രീതിയിൽ. പിന്നീട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്കിങ്ങിനെ തന്നെ ഒരു ജീവിത ശൈലിയായിട്ട് നമുക്ക് ഇന്ന് എടുക്കേണ്ടത്. നോർമലി ഇപ്പൊ എല്ലാവരും വാക്ക് ചെയ്യുന്നുണ്ട്, ബൂട്ട്സും ഷൂസും ഒക്കെ ധരിച്ചിട്ടാണ് വാക്ക് ചെയ്യാറുള്ളത്. നമുക്ക് ഭൂമിയായിട്ടുള്ള ഒരു കോണ്ടാക്ട് വളരെയധികം ആവശ്യമാണ്. ഇപ്പൊ നമ്മൾ മണ്ണിൽ ചവിട്ടി നടക്കുമ്പോൾ നമ്മുടെ ഭൂമിയായിട്ടുള്ള ഒരു കാന്തിക ബലവും, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കാലിനടിയിൽ നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള ഓരോ അവയവങ്ങളെയും സൂചിപ്പിക്കുന്ന തരത്തിലുള്ള പ്രഷർ പോയിന്റ്സുകൾ ഉണ്ട്. റിഫ്ലക്സോളജി എന്ന് പറയും.
അപ്പം അത്തരത്തിലുള്ള പ്രഷർ പോയിന്റ്സിലേക്ക് ചെറിയ ഉരുളൻ കല്ലുകളും അല്ലെങ്കിൽ മണ്ണിൽ ചവിട്ടിയൊക്കെ നടക്കുമ്പോൾ പ്രഷർ നമുക്ക് ലഭിക്കുകയും നമുക്ക് ആ ഏത് ഓർഗനിലാണോ പ്രശ്നമുള്ളത് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനെ പരിഹരിക്കുവാൻ, പൂർണ്ണമായിട്ടും ഒന്നല്ല, അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് നമുക്ക് സാധിക്കും. നമ്മളിത് റെഗുലർ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി അതനുസരിച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകും. നല്ല രീതിയിൽ നമുക്ക് അതിനെയൊക്കെ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിച്ച് ഓവർകം ചെയ്ത് പോകാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ബെയർ ഫുഡ് വാക്കിംഗ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നതെന്ന് പറയുന്നത് ജലചികിത്സയിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഫുൾ വെറ്റ് ഷീറ്റ് പാക്ക് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഹിബ് ബാത്ത് അല്ലെങ്കിൽ ഉദര സ്നാനം എന്ന് പറയും. ഒരു ടബ്, നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകതരം ടബ് ഉണ്ട്. അതിൽ നമ്മൾ ഏതാണോ പേഷ്യൻ്റ്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ പേഷ്യൻറ്റിനെ പ്രൊസീജിയർ, അതായത് നമ്മൾ മിക്ക ചികിത്സയും ചെയ്യുന്നതിന് മുന്നോടി പോയിട്ട് തന്നെ നമ്മൾ ഭക്ഷണം ഒരു ടൈമിംഗ് ക്രമീകരിച്ചിട്ടാണ് ചെയ്യുന്നത്. ഒന്നുകിൽ ഭക്ഷണത്തിന് അരമണിക്കൂറിന് മുന്നേ, ഇല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചൊരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രകൃതി ചികിത്സയിലെ ഇത്തരത്തിലുള്ള ചികിത്സാ രീതികൾ ചെയ്യാറുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം പൂർണ്ണമായിട്ടും റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ചികിത്സ ചെയ്യുമ്പോൾ അതിലേക്ക് കൂടുതലായിട്ട് അതിന് ഫോക്കസ് ചെയ്യാൻ സാധിക്കുകയും നല്ലൊരു റിസൾട്ട് കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് അത്തരത്തിൽ നമ്മൾ ഭക്ഷണ രീതിയും ചികിത്സയും തമ്മിലുള്ള ഒരു ടൈമിംഗ് വെക്കുന്നത്. നമ്മൾ ഹിബാത്ത് പോലെയുള്ള ചികിത്സകൾ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്റേണൽ അബ്ഡോമിനൽ ഓർഗൻസിനെയൊക്കെ ഒന്ന് ഫങ്ഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിനായിട്ട് ഹെൽപ്പ് ചെയ്യും. പ്രധാനമായിട്ടും ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യുക. കാരണം വയറാണ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൊമക്കാണ് എല്ലാത്തിൻ്റെയും പ്രധാനമായിട്ട് ഒരു രോഗാവസ്ഥയിലേക്ക് കിടക്കുന്നത്. ദഹനം പൂർണ്ണമായില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വയറ്റിൽ നിന്ന് ക്ലിയർ ആയിട്ട് മോഷൻ പോകുന്നില്ല, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഒരു രോഗത്തിന്റെ അവസ്ഥ തുടങ്ങുന്നത് എന്ന് പറയാം. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് ആ ഒരു ഹിബാത്ത് പോലെയുള്ള ചികിത്സകൾ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നം, അതായത് ദഹന വ്യവസ്ഥയെ മാത്രമല്ല അത് ബാധിക്കുന്നത്. അപ്പോൾ ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ PCOD അതുപോലെയുള്ള ഹോർമോണൽ റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാകും, പീരീഡ്സ്, ഇറഗുലർ പീരീഡ്സ്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കും അത് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു ചികിത്സയാണ്. ഈ പറഞ്ഞ ഹിബാത്ത് എന്ന് പറഞ്ഞ ചികിത്സയിൽ തന്നെ നമുക്ക് വാട്ടറിന്റെ ടെമ്പറേച്ചർ ഒരു അവസ്ഥയ്ക്ക് അനുസരിച്ച്, പേഷ്യന്റ് അവസ്ഥയ്ക്ക് അനുസരിച്ച് ഹോട്ട്, കോൾഡ്, ന്യൂട്രൽ എന്നുള്ള രീതിയിലൊക്കെ കൊടുക്കാറുണ്ട്. ഇപ്പൊ ഹിബാത്ത് പറഞ്ഞതുപോലെ തന്നെ നിരവധി ഹൈഡ്രോതെറാപ്പി ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. ഇതിനെല്ലാത്തിനും ഹൈഡ്രോതെറാപ്പി ട്രീറ്റ്മെന്റ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ അതിൽ നമുക്ക് സ്പൈനൽ ബാത്ത് ഉണ്ട്, സ്പൈൻ റിലേറ്റഡ്, സ്പൈനൽ നെർവ്സിനെ അതിന്റെ ഫംഗ്ഷൻ ഇംപ്രൂവ് ചെയ്യുകയും അതിനെ ഒന്ന് സൂതൻ ചെയ്ത് റിലാക്സ് ചെയ്ത് നല്ലൊരു സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് സ്പൈനൽ ബാത്ത്. അത് കൂടുതലും ബാക്ക് പെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, ഹൈപ്പർ ടെൻഷൻ റിലേറ്റഡ് പ്രശ്നങ്ങൾ ഉള്ളവർക്കൊക്കെ അത്തരത്തിലുള്ള ചികിത്സ കൊടുക്കാറുണ്ട്. നമ്മുടെ ആരോഗ്യരംഗം വളരെ വളരെ ആശങ്കാകുലമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രതിദിനം രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു. രോഗം മൂർച്ഛിക്കുന്നതോടൊപ്പം തന്നെ അത് കൈകാര്യം ചെയ്യുന്ന മെഡിക്കൽ വിങ് അവർ സാമ്പത്തികമായ ലക്ഷ്യം ഉദ്ദേശിച്ച് രോഗികളെ ചൂഷണം ചെയ്യുന്നതും രണ്ടും വളരെ ദാരുണമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് CRR വർമ്മ എന്ന് പറയുന്ന ഒരു പ്രകൃതി ചികിത്സ ആചാര്യൻ, അദ്ദേഹം നമ്മുടെ ജീവിതം പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നിന്നാൽ ഇത്തരം സാഹചര്യത്തിന് വളരെ കുറവുണ്ടാകും എന്ന് മനസ്സിലാക്കി അതിൻ്റെ പ്രോപ്പഗേഷൻ, അതിൻ്റെ പ്രചരണത്തിന് വേണ്ടി കേരളം മുഴുവൻ സഞ്ചരിച്ച് അദ്ദേഹം നാച്ചുറോപ്പതി കേരളത്തിന് പരിചയപ്പെടുത്തി കൊടുത്തു. അതിനുശേഷമാണ് ഈ സ്ഥാപനം ഒരു മാതൃകാ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് ആരംഭിച്ചത്. പ്രകൃതി ചികിത്സ എന്ന് പറയുന്നത് വാസ്തവത്തിൽ പ്രകൃതി ചികിത്സയല്ല വേണ്ടത്, പ്രകൃതി ജീവനമാണ് വേണ്ടത് എന്നാണ് CRR വർമ്മ എപ്പോഴും പറയാറ്. പ്രകൃതി ജീവനം ഉണ്ടെങ്കിൽ രോഗമുണ്ടാകില്ല. രോഗം വന്ന് മാറ്റുന്നതിനേക്കാളും രോഗം വരാതിരിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടണം എന്നാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുണ്ടായിരുന്നത്. പക്ഷേ രോഗികൾ ധാരാളം വന്ന നിലയ്ക്ക് ഒരു മാതൃകാപരമായ സ്ഥാപനം നടത്തി നാച്ചുറോപ്പതി എത്രമാത്രം ഇഫക്റ്റീവാണെന്ന് സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ള നിലയ്ക്ക് ഇത് ആരംഭിക്കുന്നത്. അപ്പോൾ അതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ഇവിടെ ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ K. കരുണാകരനായിരുന്നു. അതിൻ്റെ ശരിക്കും അതിൻ്റെ ശിലാസ്ഥാപന കർമ്മം
അത് നിർവഹിച്ചത് അന്നത്തെ നമ്മുടെ ഭാരതത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന KR നാരായണൻ അദ്ദേഹമായിരുന്നു. അപ്പം അത് കുറേ കാലം ഇപ്പം 30 വർഷമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതി ചികിത്സ അതിൻ്റെ തനിമയോടുകൂടി നിലനിർത്തിക്കൊണ്ടു പോകുന്ന സ്ഥാപനമാണ്. മറ്റ് പല സ്ഥാപനങ്ങളും കേരളത്തിലുണ്ടായിട്ടുണ്ട് നാച്ചുറോപ്പതിയിൽ ഇപ്പോൾ. പക്ഷേ നമുക്ക് ധൈര്യമായിട്ട് പറയാൻ സാധിക്കും, നാച്ചുറോപ്പതിയുടെ തനിമ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് അതാണ് ഇവിടെ വരുന്ന പേഷ്യൻസിന് അവർക്ക് ഇവിടുന്ന് പോകുമ്പോൾ പൂർണ്ണ സംതൃപ്തിയോട് കൂടി പോകാൻ സാധിക്കുന്ന സാഹചര്യമുള്ളത്. പ്രകൃതി ചികിത്സയുടെ പ്രധാന ചികിത്സാ മാർഗം എന്ന് പറയുന്നത് ഭക്ഷണ രീതിയാണ്. ഭക്ഷണ രീതിയിൽ ചിട്ടയായിട്ടുള്ള ഒരു ഭക്ഷണക്രമം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ്. നമ്മൾ എന്ത് കഴിക്കണം, എപ്പോൾ കഴിക്കണം, എങ്ങനെ കഴിക്കണം, ആർക്കൊക്കെ ഏതൊക്കെ തരത്തിലുള്ള ഭക്ഷണം കഴിക്കണം എന്നുള്ളതൊരു പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അത്തരത്തിലൊരു ഭക്ഷണ ക്രമീകരണത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമ്മുടെ ഒരു രോഗാവസ്ഥയിൽ നിന്ന് നമുക്കൊരു 70 to 80% നമുക്ക് ഓവർകം ചെയ്ത് നോർമൽ ലൈഫിലേക്ക് വരാനായിട്ട് സാധിക്കും. മറ്റേ നമ്മളിപ്പോൾ എക്സ്റ്റേണലി എന്ത് തന്നെ ചികിത്സ കൊടുത്തിരുന്നാലും നമ്മൾ ഇന്റേണലി നമ്മൾ ക്ലെൻസ് ഔട്ട് ചെയ്തില്ല, ഡീടോക്സിഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അസുഖത്തിൽ നിന്ന് നമുക്ക് കരകയറാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ പ്രകൃതി ചികിത്സയുടെ ഒരു നെടുന്തൂൺ അല്ലെങ്കിൽ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് തന്നെ ഭക്ഷണ രീതിയാണ്, അതായത് ഡയറ്റ് മാനേജ്മെന്റ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ കുറേയേറെ വിരുദ്ധാഹാരങ്ങൾ ഒഴിവാക്കുക, അതുപോലെ തന്നെ എന്ത് ഭക്ഷണം കഴിക്കേണ്ടത്, എത്ര പ്രൊപ്പോർഷനിൽ കഴിക്കണം, അതിന്റെ ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മുടെ പ്രധാന ഭാഗമാണ്. ഇനിയിപ്പോൾ ചില തരത്തിലുള്ള ആൾക്കാർ വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് തന്നെ വെയിറ്റ് റിഡക്ഷനിൽ വരുന്ന പേഷ്യൻ്റ് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഫാസ്റ്റിംഗ് കൊടുക്കാറുണ്ട്. ഫസ്റ്റ് അവരുടെ ഡയറ്റ് ഒന്ന് അവർ നോർമലി നല്ല ചിലപ്പോൾ ഒരു ഫുഡി ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നവരെയാകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു ഫാസ്റ്റിങ്ങിലേക്ക് നമുക്ക് അവരെ കടത്താൻ പറ്റില്ല. അപ്പോൾ അവരുടെ ഒരു സ്റ്റൊമക്കൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മെൻ്റലി ഫിസിക്കലി അവരെ ഒന്ന് ഓക്കെ ആക്കിയതിന് ശേഷം അപ്പോൾ അത്തരത്തിലൊരു 2-3 ഡേയ്സ് ഒരു ഭക്ഷണ രീതി നാച്ചുറോപ്പതിക് ആയിട്ടുള്ള ഒരു ഡയറ്റൊക്കെ ഒന്ന് കൊടുത്ത് അവരുടെ മൈൻഡും വിശപ്പും ഒക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് കൊണ്ടുവരുന്ന രീതിയിലാക്കിയതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ഡേ മുതൽ ചിലപ്പോൾ ഒരു റോ ഡയറ്റ് ഫോമിലേക്കായിരിക്കും കടക്കുക. ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ അങ്ങനെയുള്ള രീതിയിൽ, അതൊരു സാലഡ് ഫോമിലോ അല്ലെങ്കിൽ അങ്ങനെ ജ്യൂസായിട്ടോ ആ ഒരു രീതിയിൽ പോകുക, ഒരു സോളിഡ് ഡയറ്റായിട്ട് റോ ഫോമിലൊരു സോളിഡ് ഡയറ്റായിട്ട് പോകുക. അത് കഴിഞ്ഞതിന് ശേഷം അതിനൊരു സെമി സോളിഡ് എന്നുള്ള ഒരു പ്രിപ്പറേഷനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ആ ഫ്രൂട്ട്സിനെ തന്നെ ഒന്നുകൂടി ജ്യൂസ് ആക്കിയിട്ട് ഒരു ചെറിയ പൾപ്പി അല്ലെങ്കിൽ ഒരു സ്മൂത്തി ആ ഒരു പ്രിപ്പറേഷനിലൊക്കെ ഒന്ന് കൊടുക്കുക. അങ്ങനെ ഒരു 2-3 ഡേയ്സ് കടന്നു പോയതിനു ശേഷം നമ്മൾ നെക്സ്റ്റ് ഡേയിൽ വന്നിട്ട് ലിക്വിഡ് ഡയറ്റിലേക്ക് കിടക്കും. ആ സമയത്ത് നമ്മൾ അവരുടെ വൈറ്റൽസും അവരെങ്ങനെയാണ് അവർ ഫിസിക്കലി മെന്റലി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം, അത് നമ്മൾ ചെക്ക് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ അവരെ ഒരു ലിക്വിഡ് ഡയറ്റിലേക്ക് കൊണ്ടുപോകുക. ആ സമയത്ത് നമ്മൾ കൊണ്ടുവന്നെങ്കിൽ ലെമൺ ഹണി ഫാസ്റ്റിംഗ് ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ടെൻഡർ കോക്കനട്ട് അതിന്റെ പൾപ്പൊക്കെ കൊടുക്കുന്ന രീതിയിൽ അവരുടെ ബോഡി എത്രത്തോളം നമ്മളായിട്ട് അക്സെപ്റ്റ് ചെയ്ത് വരുന്നുണ്ട് അതനുസരിച്ചിട്ട് നമുക്ക് അതിന്റെ ഒരു ഡ്യൂറേഷൻ വരും. ചിലപ്പോൾ ഒരു 2-3 ഡേയ്സ് ഉണ്ടാവും, ചിലപ്പോൾ ഒരു 7 ഡേയ്സ്. അത് ആ ഓരോരുത്തരുടെയും ബോഡീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. അതിനുശേഷം അവർ വില്ലിങ് ആണ്, അവർക്ക് ഒരു വാട്ടർ ഡയറ്റ് ഒക്കെ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വെള്ളം മാത്രം ചെയ്തുകൊണ്ട് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഉപവാസം എന്നുള്ളൊരു രീതിയിൽ നമ്മൾ കിടക്കും. അതിനുശേഷം നമ്മൾ അതിനെ റിവേഴ്സ് ചെയ്ത് വീണ്ടും അവരുടെ ആ ഒരു എന്താ പറയുക, അവർ ഒരു ഹെൽത്തൊക്കെ ഒന്ന് ബെറ്ററായി അവരുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറി എന്ന് വരുന്ന അവസ്ഥയിൽ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഫാസ്റ്റിംഗ് സ്റ്റേജിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഏതൊരു അവസ്ഥയിലുള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ ഒന്നും കൂടി പുറത്തേക്ക് വരുന്ന ഒരു ടൈം പീരീഡ് കൂടിയായിരിക്കും. അതുപോലെ തന്നെ ഫാസ്റ്റിങ്ങിന് അതിൻ്റെതായിട്ടുള്ള ചില പ്രതികരണങ്ങളും ബോഡി കാണിക്കാറുണ്ട്. തലവേദന വരിക, പനി വരിക, ഛർദി വരിക, അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അതൊക്കെ നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമ്മളെ ബോഡി അതുമായിട്ട് റിയാക്ട് ചെയ്ത് തുടങ്ങി എന്നുള്ള ഒരു സൈൻ മാത്രമാണ് ഞങ്ങൾക്ക്. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ ഭക്ഷണ രീതി റിവേഴ്സ് ചെയ്ത് വീണ്ടും നമ്മൾ ജ്യൂസിലേക്ക് കടക്കുക, പിന്നെ സോളിഡായിട്ട് ഫ്രൂട്ട്സ്, സാലഡ്സ്, സൂപ്പ് ആ ഒരു രീതിയിലൊക്കെ പോയതിനു ശേഷം വീണ്ടും നമ്മൾ കുക്ക് ചെയ്ത ഫുഡിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതോടുകൂടിയിട്ട് നമ്മുടെ ട്രീറ്റ്മെന്റ് ജസ്റ്റ് ബിഗിനിങ് മാത്രമാണ്. ഇപ്പോൾ ഒരു പേഷ്യൻറ്റിനെ നമ്മൾ അഡ്മിറ്റ് ചെയ്ത് ചികിത്സ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് അവരുടെ ഒന്ന് ഡിറ്റോക്സിഫൈ ചെയ്ത് അവർക്കൊരു കൃത്യമായ ഭക്ഷണ രീതി എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ് മാത്രമാണ് ആകുന്നത്. അവിടെ ഒരു ബിഗിനിങ് മാത്രമേ ആകുന്നുള്ളൂ. അതിനുശേഷം അവർക്കൊരു ഫോളോ അപ്പ് എന്ന് പറയുന്നത് വളരെ അനിവാര്യമാണ്. അപ്പോൾ അതിനുശേഷം അവരെങ്ങനെ ഭക്ഷണം കഴിക്കണമെന്നുള്ളത് ഈ ഒരു കാലയളവിനുള്ളിൽ അവർക്കത് സ്വയം മനസ്സിലാക്കാൻ, അവരുടെ ശരീരത്തിൽ വരുന്ന ചേഞ്ചസ് തിരിച്ചറിയാൻ, അവർക്കത് ഫോളോ ചെയ്യാനും അവർ തന്നെ മെന്റലി പ്രിപ്പയർഡ് ആകുന്ന ഒരു പീരീഡ് കൂടിയാണ് ഈ ഒരു ട്രീറ്റ്മെന്റ് പീരീഡ് എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നീട് അവർക്ക് അവരുടെ ആവശ്യാനുസരണമുള്ള ഒരു ഭക്ഷണ രീതി ഇത്ര കാലയളവിൽ നിങ്ങൾ ഫോളോ ചെയ്യണം എന്നുള്ള രീതി അനുസരിച്ച് അവർക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫോളോ അപ്പും അനിവാര്യമാണ്. അത് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോഴാണ് ശരിക്കും നമ്മളൊരു 14 to 21 ഡേയ്സ് അല്ലെങ്കിൽ എത്രയെങ്കിലും നമ്മളൊരു പീരീഡ് ഓഫ് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആ ഒരു ഡ്യൂറേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യുമ്പോഴാണ് അതിനൊരു
ഫോളോ അപ്പ് കണ്ടിന്യൂ ചെയ്യുമ്പോഴാണ് അതിൻ്റെ റിസൾട്ട് നമുക്ക് വീണ്ടും അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. കാരണം വിത്തൗട്ട് മെഡിസിൻ ആണ് നാച്ചുറോപ്പതി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ മെഡിസിൻ എടുക്കാണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മെഡിസിൻ കഴിക്കുന്നതിന് പകരം നമ്മുടെ ജീവിതശൈലി എന്താണ് നമ്മൾ ഒരു രോഗം ഉണ്ടാക്കാൻ കാരണമായത് അതിനെ ഒഴിവാക്കി നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഭക്ഷണ രീതി വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതിനെ നമ്മൾ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്നുള്ളതാണ് വേറൊരു ഭാഗം. ഞാൻ നെക്സ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ യോഗ നമ്മൾ കോമൺ ആയിട്ട് ഇപ്പോൾ എല്ലാവർക്കും അത് പരിചിതമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നിരുന്നാലും യോഗ ചികിത്സയിൽ വരുമ്പോൾ കുറച്ചും കൂടി വ്യത്യാസം വരുന്നുണ്ട്. ചികിത്സ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓരോ രോഗികൾക്കാണ് ചികിത്സ വരുന്നത്. കോമൺ ആയിട്ടുള്ള ആൾക്കാർക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഒരു ജനറൽ യോഗ സെഷൻസ് റെഗുലർ ചെയ്യാവുന്നതാണ്. ഇപ്പൊ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവിടെ ചികിത്സാ യോഗ തന്നെ ചെയ്യേണ്ടി വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തമായിട്ടുള്ള ഒരു നല്ലൊരു ഗൈഡൻസോട് കൂടി ഒരു ഡോക്ടറുടെ കീഴിൽ തന്നെ നമുക്ക് എന്തൊക്കെയാണ് ആരോഗ്യ പ്രശ്നങ്ങളുള്ളത്, അവർക്ക് ചിലപ്പോൾ ഇന്നിപ്പോൾ ഒരു ഷുഗറുള്ള ആൾ ചിലപ്പോൾ പ്രഷറും ഉണ്ടാകും, ചിലപ്പോൾ ഷുഗറിന് ചെയ്യുന്ന ചില യോഗകൾ ചിലപ്പോൾ പ്രഷർ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ അത് എങ്ങനെയാണ് കണക്റ്റഡ് ആണ്, എന്തൊക്കെ അസുഖങ്ങളാണ് ഉള്ളത്, അപ്പോൾ ആ അസുഖങ്ങളിൽ അവർക്ക് എങ്ങനെയൊക്കെ അത് മാനേജ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു ധാരണ വരുത്തിയിട്ട് ഒരു പർട്ടിക്കുലർ സീരീസ് ഓഫ് ആസനാസ് ആയിരിക്കും ഒരു ഡോക്ടർ വന്നിട്ട് യോഗ തെറാപ്പി സെഷൻസിൽ ഒരു പേഷ്യൻറ്റിന് വേണ്ടിയിട്ട് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പേഷ്യൻ്റ് ഒരു രോഗാവസ്ഥയിൽ യോഗ ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും ആ ഒരു രീതിയിൽ തന്നെ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് അതിനൊരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ചിലപ്പോൾ ചില യോഗ നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചില രോഗങ്ങൾക്ക് അത് പ്രശ്നമാകാൻ സാധ്യതയുണ്ട്. അത് മെയിനായിട്ട് വരുന്നത് പെയിൻ റിലേറ്റഡ് ഇഷ്യൂസ്, ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് റിലേറ്റഡ് ഇഷ്യൂസ് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ മാനേജ് ചെയ്യേണ്ടിയിരിക്കും. അടുത്ത് അക്യുപങ്ക്ചർ, അക്യുപ്രഷർ പോലെയുള്ള ചികിത്സാ മാർഗങ്ങളും നാച്ചുറോപ്പതിയിൽ കൊടുത്തു പോരുന്നുണ്ട്. ന്യൂറോ മസ്കുലർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, പെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ വരുന്ന സമയത്ത് ചില സമയങ്ങളിൽ നമുക്ക് എമർജൻസി ആയിട്ട്, അല്ലെങ്കിൽ എമർജൻസി മാത്രമല്ല ഇല്ലെങ്കിൽ കുറച്ചൊന്ന് മസിൽസ് ഒന്ന് റിലാക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അക്യുപ്രഷറിൽ തുടങ്ങിയ ചില സമയങ്ങളിൽ നമ്മൾ ആ ഒരു നമ്മുടെ ശരീരത്തിൽ ചില ചാനൽസുകളുണ്ട്, ചില പ്രഷർ പോയിന്റ്സുകളും അക്യുപങ്ക്ചർ ചെയ്യാനായിട്ടുള്ള ചില പോയിന്റ്സുകളുണ്ട്. അപ്പോൾ അത്തരം പോയിന്റ്സുകളിൽ ചെറിയൊരു മൈന്യൂട്ട് നീഡിൽ പ്രിക്ക് ചെയ്തതിന് ശേഷം ചെറിയൊരു ഇലക്ട്രിക് സ്റ്റിമുലേഷനോ അല്ലെങ്കിൽ ഹാൻഡ് സ്റ്റിമുലേഷനോ കൊടുത്തുകൊണ്ട് ആ ഒരു ബ്ലോക്കിനെ റിമൂവ് ചെയ്ത് നല്ലൊരു സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്തുകൊണ്ട് ആ ഒരു പെയിൻ റിലീവ് ചെയ്യുകയും ആ ഒരു പ്രശ്നത്തെ പരിഹരിക്കുന്നതിന് അത് സഹായിക്കും. അക്യുപങ്ക്ചർ എന്ന് പറയുന്ന പെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിന് മാത്രമല്ല, ന്യൂറോമസ്കുലർ ഡിസീസ് എന്ന് പറയുമ്പോൾ പാരലൈസ്ഡ് അല്ലെങ്കിൽ ഹെമി പാരസിസ്, അതായത് വീക്ക്നെസ് ഉള്ളവർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു കേസാണ്. അത് നമുക്ക് കൂടുതലും വരുന്നത് നോർത്തിലൊക്കെയാണ് കൂടുതലും ഈ ഒരു ഇതിൻ്റെയൊക്കെ കുറച്ചും കൂടി സിവിയർ ആയിട്ടുള്ള കേസസ് വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്ക് അത് ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് കിട്ടാറുമുണ്ട്. അതിന് അതിൻ്റെതായിട്ടുള്ള എഫക്റ്റും ഉണ്ട്. ബട്ട് അത് ചെയ്യുമ്പോഴും ഈ പറഞ്ഞതുപോലെ പ്രോപ്പറായിട്ട് ഒരു ഡോക്ടറിൻ്റെ കീഴിൽ തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസിൽ എന്തെങ്കിലും സർജിക്കൽ പ്രൊസീജിയേഴ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ, ഇല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല എന്നൊക്കെയുണ്ടെങ്കിൽ അതിനൊരു സൈഡ് എഫക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ ഓരോ ട്രീറ്റ്മെൻറ്റും ചെയ്യുമ്പോൾ, ട്രീറ്റ്മെൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും അതിൻ്റേതായിട്ടുള്ള ഒരു നിർദ്ദേശങ്ങളും ആവശ്യമാണ്. നമുക്ക് ഉഴിച്ചിൽ അല്ലെങ്കിൽ മസാജ് എന്ന് പറയുന്നത് പ്രകൃതി ചികിത്സയിൽ മറ്റൊരു ഭാഗമാണ്. അപ്പോൾ മസാജ് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരു പേഷ്യൻ്റ് വന്നു, അവരെ ഉടനെ തന്നെ മസാജിലേക്ക് കയറ്റുക എന്നുള്ളൊരു ഇത് നാച്ചുറോപ്പതിയിൽ വരുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വരുമ്പോൾ പ്രധാനമായിട്ടും ഒരു 2-3 ദിവസം, ഒരു വ്യക്തി ഇപ്പോൾ ഒരു ചികിത്സയ്ക്കായി വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 ദിവസം അവർ ആ ഒരു ചികിത്സ ചെയ്യാൻ അവരെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അവരെ പഠിച്ചതിന് ശേഷം വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ അസുഖങ്ങൾ ഇതായിരിക്കാം, ഇതാണ് ചികിത്സ എന്നുള്ളൊരു ജനറലായിട്ട് നമുക്ക് അറിയാമെങ്കിൽ കൂടിയും ഓരോ വ്യക്തിനെയും അനുസരിച്ചിട്ട് അവരുടെ ചികിത്സയിലും വ്യത്യാസം വരും. അപ്പോൾ മസാജ് ചെയ്യണമോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കണമെങ്കിൽ ഒരു വ്യക്തിയുടെ നമ്മൾ ചികിത്സ ചെയ്തു തുടങ്ങുമ്പോൾ അവർക്ക് അതിൻ്റെ ആവശ്യകതകൾ ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിരുന്നാലും മസാജ് ചെയ്യുമ്പോൾ നിരവധി ഗുണങ്ങളുമുണ്ട്. ഇപ്പോൾ കൂടുതൽ അത് ചെയ്യേണ്ടി വരുന്നത് വെയിറ്റ് റിഡക്ഷൻ പോലെയുള്ള കേസുകൾ, അതുപോലെ തന്നെ പെയിൻ റിലേറ്റഡ് കേസുകൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് മസാജ് ഒരുപാട് എഫക്റ്റീവാണ്. നമ്മുടെ ശരീരത്തിൽ സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുക, അതുപോലെ തന്നെ മസിൽ സ്പാസം കാര്യങ്ങൾ, നീർക്കെട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഓയിൽ മസാജ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ നീരും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഐസ് മസാജ് പോലെയുള്ള ഹൈഡ്രോതെറാപ്പി ചികിത്സകൾ കൂടി ചെയ്തിട്ട് കമ്പൈൻഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു പാറ്റേൺ ഉണ്ടാവും. ഓരോ പ്രശ്നങ്ങൾക്കനുസരിച്ചിട്ട് ഓരോന്ന് പരിഹരിച്ചു കൊണ്ടായിരിക്കും അതിൻ്റെ ഒരു ഇതിലേക്ക് പോകുക. ഫസ്റ്റ് അതിൻ്റെ റൂട്ട് കോസ് നോക്കിയിട്ടാണ് നമ്മൾ ചികിത്സ നിശ്ചയിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ചികിത്സ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു പ്രശ്നത്തിൻ്റെ ഓൾമോസ്റ്റ് എല്ലാം നമുക്ക് ക്ലിയർ ചെയ്യുക എന്നുള്ളൊരിതിലാണ് പോകുന്നത്. പ്രകൃതി ചികിത്സയിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഒരു അസുഖത്തിനായിരിക്കാം ചിലപ്പോൾ മിക്കവാറും ഉള്ളവർ ചികിത്സ തേടി വരുന്നത്. ചിലപ്പോൾ എനിക്ക് ഷുഗർ ഉണ്ട്, ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. പക്ഷെ എന്തുകൊണ്ട് അവർക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല? മരുന്ന് എടുക്കുന്നുണ്ടാവാം, പല കാര്യങ്ങളും അവർ എക്സസൈസ് ചെയ്യുന്നുണ്ടാവാം, എല്ലാം ചെയ്യുന്നുണ്ടാവും. പക്ഷെ അവരുടെ മൊത്തത്തിലുള്ള ഒരു കേസ് ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് അവരുടെ ഷെഡ്യൂളിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടാവും. അപ്പോൾ ആ ഒരു മാറ്റം തിരുത്തുമ്പോൾ മാത്രമേ ബാക്കിയെല്ലാം ശരിയാക്കാൻ പറ്റുള്ളൂ.
അപ്പൊ അതാണ് ജീവിതശൈലിയിൽ വരുന്ന ഒരു മാറ്റം. മീൻസ് ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ അവർ അതിൽ ഏതെങ്കിലും ഒരു മിസ്സിങ് വരുത്തുന്നുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്തുകൊണ്ട് ഈ ചികിത്സയും കാര്യങ്ങളും ഒക്കെ ചെയ്തു പോകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. വിത്തൗട്ട് മെഡിസിൻ തന്നെയാണ് ചികിത്സയും. അതുപോലെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ പ്രകൃതി ജീവനത്തിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചികിത്സ, ഈവൻ പ്രകൃതി ചികിത്സ പോലും ആവശ്യകതയില്ലാത്ത രീതിയിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നമ്മളിവിടെ ഭക്ഷണമായിട്ട് കൊടുക്കുമ്പോൾ വൈറ്റ് റൈസ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. റെഡ് റൈസ് അഥവാ നവരേരിയുടെ ചോറാണ് നമ്മൾ കൊടുക്കാറുള്ളത്. ഒരു 1/4 കപ്പ് ആ ഒരു പ്രൊപ്പോർഷൻ അത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 1/4 കപ്പ് റൈസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനൊപ്പം ഒരു 1 കപ്പ് ബോയിൽഡ് വെജിറ്റബിൾസ് കറിയായിട്ടായിരിക്കാം, ചിലപ്പോൾ അത് അവിയലോ തോരനോ ആയിട്ടുള്ള രീതിയിൽ, ഉപ്പേരി പോലെ കൊടുക്കുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പകുതി വേവിച്ച് നാളികേരം ചിരകിയിട്ടിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ്. മഞ്ഞൾപ്പൊടി, നാളികേരം പോലെയുള്ള കാര്യങ്ങൾ ചേർത്തിട്ടാണ് ആ ഒരു കറി ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നമ്മൾ സാലഡ് കൊടുക്കുന്നുണ്ട്. സാലഡ് മീൻസ് റോ ഫോമിൽ ഒരു 1/2 പോർഷൻ വന്നിട്ട് സാലഡ്സ് കൊടുക്കാറുണ്ട്. അതിനൊപ്പം നമ്മൾ കുറച്ച് ബട്ടർ മിൽക്ക്, അതായത് വെണ്ണം മാറ്റിയ മോര്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബട്ടർ മിൽക്ക് തൈര് ചേർക്കാതെ തന്നെ മാങ്ങാമോര്, ആ ഒരു രീതിയിൽ കുറച്ച് എന്തായാലും. കാരണം ചോറിൻ്റെ കൂടെ നമ്മൾ വെള്ളം കുടിക്കുന്ന ഒരു ശീലമില്ല. കാരണം വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ദഹിക്കാൻ വേണ്ടിയിട്ടുള്ള എൻസൈംസിനെ വന്നിട്ട് ഡയലൂട്ട് ചെയ്യും. അത് കാരണമാണ് ഭക്ഷണത്തിനൊപ്പം വെള്ളം കഴിക്കുന്ന ഒരു ശീലം നമുക്കില്ല. അപ്പം അതിൻ്റെ ഒപ്പം നമ്മൾ കഴിക്കുന്ന മോരോ രസമോ ആയിരിക്കും നമ്മൾ കുടിക്കുന്നത്. അപ്പോൾ ആ ഭക്ഷണം ദഹിക്കുന്നതിന് സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഒപ്പം എന്തെങ്കിലും ഒരു വെജിറ്റബിൾ ചട്നി, കാരണം നാളികേരം ഒരു ഫ്രഷ് ഫോമിൽ നമ്മൾ എടുക്കുക എന്നുള്ളത് പ്രകൃതി ചികിത്സയുടെ ഒരു പ്രധാന ഘടകമാണ്. ചേന കുക്ക് ചെയ്ത് അല്ലെങ്കിൽ നാളികേര പാല് ചൂടാക്കി എടുക്കുമ്പോഴാണ് നമുക്ക് അതുകൊണ്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അത് ഫ്രഷ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കൊഴുപ്പുകൾ കിട്ടുന്നതിന് സഹായിക്കും. അപ്പം ഈ ഒരു കോമ്പിനേഷനിലാണ് നമ്മുടെ ഒരു പ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ബ്രേക്ക്ഫാസ്റ്റിൽ എന്തെങ്കിലും പ്രോട്ടീൻ ഇൻക്ലൂഡഡ് ആയിരിക്കും. പ്രോട്ടീൻ ഞങ്ങൾ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മുളപ്പിച്ച ധാന്യങ്ങൾ കൊണ്ടുള്ള ഒരു കൂട്ടാണ്. അപ്പം മുളപ്പിച്ച ധാന്യങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് ഓരോരുത്തരുടെയും കണ്ടീഷൻ, ചിലപ്പോൾ ഒരു ഏജ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇൻഡൈജഷൻ പോലുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അത് ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ചെറിയതായിട്ടൊന്ന് ഒരു 1/2 ബോയിൽ ചെയ്തിട്ട് കൊടുക്കും. ഇല്ലെങ്കിൽ അത് റോ ഫോമിൽ കഴിക്കുമ്പോഴാണ് അതിന് കൂടുതൽ ഗുണം ഉണ്ടാകുന്നത്. അല്ലാത്ത പക്ഷം നമ്മൾ അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്റ്റീം ചെയ്ത് വെജിറ്റബിൾസും ലൈം ജ്യൂസും ഒക്കെ ചേർത്തിട്ട് ഒരു സാലഡ് ഫോമിൽ കൊടുക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൽ ഓരോരുത്തരുടെ അവസ്ഥ അനുസരിച്ച് ചിലപ്പോൾ നമ്മൾ മില്ലറ്റ്സിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ആയിരിക്കും എടുക്കുന്നത്. പുളിപ്പിച്ച തരത്തിലുള്ള യാതൊരുവിധ ഭക്ഷണങ്ങളും ഉപയോഗിക്കുന്നതല്ല. இது வந்து டயட்ரி ஃபைபர் வந்து அதிகமாக இருக்கிற வந்து ரைஸ், சரிங்களா. இது வந்து பாரம்பரியமான கைக்குத்தல் அரிசின்னு சொல்லுவாங்க. அந்த மாதிரி அரிசியில் உண்டாக்குன சாப்பிடு. இதுக்கு வந்து கிளைசிமிக் இண்டெக்ஸ் வந்து கம்மி, ஓகேங்களா. அதுக்கப்புறம் வந்து இது வெஜிடபிள் சாலட், இது குக்கும்பர், டொமேட்டோ, கேரட் இதெல்லாமே போட்டு பண்ணிக்காங்க. லெமன் ஜூஸ் வந்து ஸ்வீஸ் பண்ணியிருக்காங்க. இதில் வந்து மேக்ஸிமம் சால்ட் வந்து அதிகமாக ஆட் பண்ண மாட்டாங்க, பெப்பர் வந்து ஆட் பண்ணுவாங்க, சரிங்களா. அதுக்கப்புறம் இது வந்து கேரட் வந்து சட்னி மாதிரி, கேரட்டில் சட்னி, வெஜிடபிள் சட்னி வந்து பண்ணுவாங்க. டெய்லி வந்து வெரைட்டியாக வந்துட்டு சட்னிஸ் வந்து ப்ரிப்பேர் பண்ணுவாங்க, வெஜிடபிள்ஸ் வச்சே ப்ரிப்பேர் பண்ணுவாங்க. அதுக்கப்புறம் இது நம்ம நார்மல் பட்டர் மில்க்கு, நம்மளோட நாட்டு கண்ட்ரி கவுலேருந்து கிடைக்கிற பட்டர் மில்க்கு, சரிங்களா. அதுக்கப்புறம் இது வந்து ஜஸ்ட் கேரட்டு, அப்புறமேட்டு வந்து பீன்ஸ் போட்ட வந்து ஒரு கூட்டு. அதுக்கப்புறம் இது வந்து வேறு என்ன சீரியல்ஸு, அப்புறமேட்டு வெஜிடபிள்ஸ் எல்லாம் சேர்த்து பண்ணால் வந்து கறி. அவ்வளோதான். இது வந்து என்னென்னா எல்லா பேஷண்ட்டுக்குமே வந்துட்டு நார்மலாக சாப்பிடக்கூடிய ஒரு ஃபுட்டு, சரிங்களா. இது வந்து நார்மல் பேஷண்ட் ஃபுட், அவங்கவுங்க கண்டிஷனுக்கு ஏற்ற மாதிரி வந்து ഫുഡ് വന്ന് പ്രിപ്പയർ പണി കൊടുപ്പാங்க. ഇത് സാധാരണ കൊടുക്കണ എല്ലാവരും എന്താണ് അതിൽ ഷുഗർ പ്രഷർ എന്ന രോഗികൾക്ക് കൂട്ടുകറി, മത്തങ്ങ എരിശ്ശേരി എന്ന് പറയും, മത്തങ്ങയും പയറുതിൽ. ഇത് തോരൻ, ക്യാരറ്റും കൊത്തമരിയും. ഇത് സലാഡ് ഞങ്ങൾ, ഇതിൽ ക്യാരറ്റ്, കുക്കുമ്പർ, തക്കാളി സലാഡ്. ഇത് ക്യാരറ്റ് ചമ്മന്തി, മോര്. ഇതോ നവരരി ചോറ്. രാവിലെ ഉണ്ടാക്കുന്ന ഭക്ഷണം ആ ഒരു 1 അവറിനുള്ളിൽ തന്നെ ഉണ്ടാക്കുകയും അതിനുള്ളിൽ കഴിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഉച്ചയ്ക്കാണെന്നുണ്ടെങ്കിലും ആ ഉച്ചത്തേക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം മാത്രം ഉണ്ടാക്കുക, ആ ഒരു കൺസെപ്റ്റാണ്. കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണത്തെ കുറേ നേരം വെച്ചിരുന്ന് കഴിക്കുന്ന ഒരു ശീലമില്ല. അത് പ്രകൃതി ചികിത്സയിൽ ഒരു വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ എപ്പോൾ എന്ത് കുക്ക് ചെയ്താലും അത് ആ സമയത്ത് തന്നെ കഴിച്ച് തീർക്കുക എന്നുള്ള രീതിയിലാണ്. നമ്മുടെ എല്ലാ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുന്നതിനൊക്കെ അത് വളരെയധികം പ്രധാനമാണ്. ഇപ്പോൾ രാത്രിയാണെന്നുണ്ടെങ്കിലും ഒരു 7 മണിക്കുള്ളിൽ നിർബന്ധമായിട്ടും, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ ഭക്ഷണം കഴിക്കണം എന്നുള്ളതാണ് ശരിയായ രീതി. പക്ഷെ ചില സമയങ്ങളിൽ ചില ആൾക്കാർക്ക് ഇപ്പോൾ പേഷ്യൻസും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഷുഗർ കുറയുക, അങ്ങനെ മെഡിസിൻ ഒരുപാടൊക്കെ എടുക്കുന്നു, വിശപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉള്ളൊരു അവസ്ഥ വന്നതോട് കൂടിയിട്ട് അതിൻ്റെ ടൈം ഒരു 7 മണിക്കുള്ളിൽ കഴിക്കുക എന്നുള്ളൊരു രീതിയിലേക്ക് ആണ് നമ്മളിപ്പോൾ നോക്കുന്നത്. കൂടുതലും പേഷ്യൻസ് ആയതുകൊണ്ട് അവർ വരുമ്പോൾ ചികിത്സയാണല്ലോ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു രീതിയിൽ. പക്ഷെ അത് പോകുന്ന സമയത്ത് അവർക്ക് വ്യക്തമായിട്ടുള്ളൊരു നിർദ്ദേശം കൊടുക്കാറുണ്ട്. നേരത്തെ തന്നെ ഭക്ഷണം കഴിക്കുക, നേരത്തെ ഉണരുക എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുക, അതാണ് ചെയ്യാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ ദാഹം
തോന്നുന്ന അനുസരിച്ച് വെള്ളം കുടിക്കുക. ഭക്ഷണത്തിനൊപ്പം വെള്ളം കുടിക്കുന്ന ശീലം അത് ഒഴിവാക്കുക. കാരണം ഇപ്പോൾ പറഞ്ഞില്ലേ, എന്തെങ്കിലും പാനീയങ്ങൾ മീൻസ് ഇപ്പോൾ ഇതേപോലെ മോര്, രസം ചോറിനൊപ്പം കഴിക്കുക, അല്ലെങ്കിൽ ചോറിന് അരമണിക്കൂറിന് മുന്നേ വെള്ളം കുടിക്കുന്ന ശീലം, അല്ലെങ്കിൽ ചോറ് കഴിച്ചു കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിഞ്ഞ് വെള്ളം കുടിക്കുക എന്നുള്ള രീതിയിലാണ്. കാരണം കഴിച്ച ഭക്ഷണം ദഹിക്കണം എന്നുള്ള രീതിക്ക് വേണ്ടിയിട്ട് ഭക്ഷണ രീതിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ സാധിക്കുമെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഉപവാസം ചെയ്യുന്നത്, അറ്റ്ലീസ്റ്റ് ഡേ ടൈമെങ്കിലും ഇളനീരോ ലെമൺ ഹണിയോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചതിന് ശേഷം രാത്രി ഒരു നേരത്തെ പഴവർഗ്ഗങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിനെ ഒന്ന് ക്ലെൻസ് ഔട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഡീറ്റോക്സിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് ഭക്ഷണ രീതിയെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വരുന്നത്. നമ്മുടെ ഒരു നല്ലൊരു ഗോശാലയുണ്ട് ഇവിടെ. ഒരു 5 വലിയ പശുക്കളുണ്ട്, പിന്നെ ഒരു കുട്ടിയുണ്ട്, അതിൽ തന്നെ വെച്ചൂർ പശുവുണ്ട്. ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന, അതായത് നമ്മുടെ പശുക്കളിൽ നിന്ന് കിട്ടുന്ന പാലാണ് ഇവിടെ മോരായിട്ടും മറ്റുള്ള വിധത്തിലും രോഗികൾക്കെല്ലാം നമ്മൾ കൊടുക്കുന്നത്. അതുകൂടാതെ 100% എന്താ പറയുക, നമ്മുടെ ഇവിടെ നിന്ന് കിട്ടുന്ന പുല്ലുകളും വൈക്കോലുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പശുവിന് നമ്മൾ ആഹാരമായിട്ട് കൊടുക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അധികം വരുന്ന പാല് ഈ പരിസരത്തിലുള്ള വീടുകളിലേക്കൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇവിടെ പാൽ ഒട്ടും ബാക്കി വരാറില്ല, കാരണം ധാരാളം ഈ പരിസരത്തുള്ള എല്ലാ വീട്ടുകാരും വന്ന് പാല് ഇവിടെ നിന്ന് വാങ്ങിച്ചു പോകുന്നുണ്ട്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് പച്ചക്കറി കൃഷിയാണ്. ഏകദേശം 1 ഏക്കറോളം സ്ഥലത്ത് നമ്മൾ പച്ചക്കറി കൃഷി ചെയ്ത് വരുന്നുണ്ട്, കുറേ കാലങ്ങളായിട്ട് കൃഷി ചെയ്ത് വരുന്നുണ്ട്. ഇപ്രാവശ്യത്തെ ഈ കൃഷിയിൽ കേരള കൃഷി വകുപ്പിൻ്റെ ഒരു സാമ്പത്തിക സഹായം കൂടെ നമുക്കുണ്ട്. ഇവിടുത്തെ പച്ചക്കറി കൃഷിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 100% ജൈവ വളം മാത്രമാണ് ഉപയോഗിക്കുന്നത്. മറ്റൊരു തരത്തിലുള്ള ഇംഗ്ലീഷ് വളങ്ങളോ മറ്റു രാസവളങ്ങളോ ഒന്നും തന്നെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഡ്രിപ്പ് ഇറിഗേഷൻ എന്നുള്ളൊരു പദ്ധതി, ആ ഒരു സംവിധാനത്തിലൂടെയാണ് കൃഷി ചെയ്ത് വരുന്നത്. പിന്നെ ഇവിടെ നമ്മൾ വളർത്തുന്ന വെച്ചൂർ പശുവിൻ്റെ ചാണകവും അതിൻ്റെ മൂത്രവും ഒക്കെ തന്നെയാണ് നമ്മൾ വളമായിട്ട് ഉപയോഗിക്കുന്നത്. അതെല്ലാം തന്നെ ഇവിടെ ടാങ്ക് തയ്യാറാക്കിയിട്ടുണ്ട്. അതിലേക്ക് വരുമ്പോൾ ആ വെള്ളം നനയുന്ന കൂട്ടത്തിൽ തന്നെ അതോടൊപ്പം തന്നെ ഈ വളവും പിന്നെ ചെടികൾക്ക് കിട്ടും. അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. വെള്ളരി, കുമ്പളങ്ങ, മത്തൻ, ഷമാമ്, പിന്നെ പടവലങ്ങ, കൈപ്പയ്ക്ക, കോവയ്ക്ക, വഴുതനങ്ങ, വേണ്ട, അങ്ങനെ ധാരാളം പച്ചക്കറി കൃഷികൾ. നമുക്ക് ഇവിടേക്ക് ആവശ്യമുള്ള പച്ചക്കറികളെല്ലാം ഇവിടെ തന്നെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൂടാതെ നാട്ടിലെ ആളുകൾക്ക് നമ്മൾ ഇവിടുന്ന് പച്ചക്കറി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റീം ബാത്ത് എന്ന് പറയുന്ന മറ്റൊരു ചികിത്സയുണ്ട്. ഹൈഡ്രോതെറാപ്പിയുടെ ഒരു പാർട്ട് തന്നെയാണ് അത് വരുന്നത്. അത് വരുമ്പോഴത്തേക്കും നമ്മുടെ ഡീടോക്സിഫൈ ചെയ്യുക എന്നുള്ളതാണ് വരുന്നത്. നമ്മുടെ ശരീരത്തിലെ വിയർപ്പിലൂടെ നമ്മുടെ ശരീരത്തിൽ പുറത്തേക്ക് ടോക്സിൻസിനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളൊരു പ്രൊസീജിയറാണ്. അതോടൊപ്പം അത് ചെയ്യുന്നത് മിക്കവാറും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് റിഡക്ഷൻ പേഷ്യൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് മസാജ് കഴിയുന്നതോട് കൂടിയിട്ട് മസാജിൻ്റെ ഒരു ഫിനിഷിങ്ങിലായിട്ട് ഈ സ്റ്റീം ബാത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി റിസൾട്ട് കിട്ടുന്നതിന് സഹായകമാണ്. അതുപോലെ തന്നെ നീര്, വേദന കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും പോകുന്നതിന് സഹായിക്കും. ഈ സ്റ്റീം ബാത്ത് പോലെ തന്നെ നമ്മൾ ഹൈഡ്രോതെറാപ്പിയിലെ മറ്റ് പല ചികിത്സകളും ഉണ്ട്. ആദബ് സ്നാന, അതായത് വാഴയിലയിൽ കുളിക്കുക എന്നുള്ള രീതിയിൽ. ഇപ്പോൾ വെയിറ്റ് റിഡക്ഷൻ കേസ് അല്ലെങ്കിൽ സ്കിൻ ഡിസീസ് ഇത്തരത്തിലുള്ള കേസുകൾക്കൊക്കെയാണ് കൂടുതലായിട്ടും സ്റ്റീം ബാത്തിനും ഇമ്പോർട്ടൻസ് ഉള്ളത്. അതുപോലെ തന്നെ ആദബ് സ്നാനയ്ക്ക് ഇമ്പോർട്ടൻസ് ഉള്ളത്. ഇപ്പോൾ സ്റ്റീം ബാത്ത് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്കിൻ റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ ഹെർബലി എന്തെങ്കിലും ലീവ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ചില പ്രത്യേകതരം ലീവ്സ് നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അത് കിഴി കെട്ടി സ്റ്റീം ബാത്ത് ചെയ്യുന്ന സ്റ്റീമറിനുള്ളിൽ ഇട്ടതിനു ശേഷമാണ് നമ്മൾ സ്റ്റീം ബാത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം കമ്പൈൻഡ് ആയിട്ടുള്ള പല ചികിത്സകളും കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് അവരുടെ ആ സ്കിന്നിൻ്റെ ടെക്സ്ചറൊക്കെ തന്നെ ഒന്ന് മാറി ആ ഒരു ഇതൊക്കെ ഒന്ന് പോയി അതിനൊരു എഫക്റ്റ് നല്ല രീതിയിൽ ലഭിക്കാറുണ്ട്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ആദബ് സ്നാനയിലും ഈ ഒരു പ്രൊസീജിയർ തന്നെയാണ് നടക്കുന്നത്. നമ്മളൊന്ന് ഡീടോക്സിഫൈ ചെയ്യാം. നമ്മുടെ ശരീരം വിയർക്കുന്നതിലൂടെ, അതായത് നമ്മുടെ ശരീരത്തിൽ പുറത്തേക്ക് വേസ്റ്റുകൾ പോകുന്ന വഴികളാണ് വിയർപ്പ്, അതുപോലെ തന്നെ മലമൂത്ര വിസർജനങ്ങളിലൂടെയൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ പുറത്തേക്ക് വേസ്റ്റ് പോകുന്നത്. അത്തരത്തിൽ നമ്മൾ ശരീരത്തിൽ രോഗാവസ്ഥയിൽ വരുന്ന സമയത്ത് ഇതേപോലത്തെ രീതിയിലുള്ള ചികിത്സകൾ ചെയ്യുമ്പോൾ അതൊക്കെ പുറന്തള്ളി പോകുന്നതിന്, ടോക്സിൻസ് എലിമിനേറ്റ് ചെയ്യുന്നതിന് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇത്തരം ചികിത്സകൾ ആ ഒരു കാര്യത്തിനായിട്ട് യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു നോർമലി ഒരു പേഴ്സൺ ആണ്, നമുക്കിപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കൂടി നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ടോക്സിൻസ് ഉണ്ടെങ്കിൽ എലിമിനേറ്റ് ചെയ്യുന്നതിന് റെജുവിനേഷൻ എന്നുള്ള രീതിയിലും സ്റ്റീം ബാത്തും ആദബ് സ്നാനയും ചെയ്യുന്നത് വളരെ നല്ലതാണ്. നെക്സ്റ്റ് വരുന്നത് മഡ് ബാത്ത്. മഡ് ബാത്ത് എന്ന് പറയുമ്പോഴത്തേക്കും അത് നമുക്കൊരു ലോക്കലൈസ്ഡ് ആയിട്ടും അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ ഫുൾ ബോഡിയിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ചികിത്സയാണ്. നമ്മുടെ ശരീരത്തിന് തല മുതൽ
കാൽപാദം വരയ്ക്കുള്ള ഭാഗത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മഡ് അപ്ലൈ ചെയ്യുക. പറഞ്ഞ പോലെ മഡിലാണെങ്കിൽ നമുക്ക് ടെമ്പറേച്ചർ ഹോട്ട് മഡ്, കോൾഡ് മഡ് എന്നുള്ള രീതിയിൽ, അതായത് നോർമൽ ടെമ്പറേച്ചർ, ന്യൂട്രൽ ടെമ്പറേച്ചർ എന്നുള്ള രീതിയിൽ നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മുടെ ശരീരത്തിലുള്ള സ്കിന്നിൻ്റെ ആണ് ടെക്സ്ചർ മാറുന്നതിനും വേദന കുറയുന്നതിനും നീര് മാറുന്നതിനും കംപ്ലീറ്റ് ഒരു സർക്കുലേഷനും കാര്യങ്ങളും ഒക്കെ ശരീരത്തിൽ നല്ല രീതിയിൽ നടക്കുകയും ഇന്റേണലിയും എക്സ്റ്റേണലിയും ഒക്കെ നല്ലൊരു എഫക്റ്റ് കിട്ടുന്ന ഒരു ചികിത്സ തന്നെയാണ് മഡ് ബാത്ത് എന്ന് പറയുന്നത്. ഇനി ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറിയ വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഓരോ അവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് ഈ മഡ് അപ്ലൈ ചെയ്യുന്നതിലും വേരിയേഷൻ വരും. ചിലപ്പോൾ ചിലർക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് പാക്കുകളായിട്ട് നമ്മളിത് അപ്ലൈ ചെയ്യാറുണ്ട്. ഒരു ക്ലോത്തിനുള്ളിൽ ജസ്റ്റ് ഒരു പർട്ടിക്കുലർ തിക്നെസ്സും മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതനുസരിച്ചിട്ട് മഡ് നമ്മൾ പാക്ക് ചെയ്തതിനു ശേഷം റാപ്പ് ചെയ്ത് പേഷ്യൻറ്റിൻ്റെ ബോഡിയിലേക്ക് ഇൻഡയറക്റ്റ് ആയിട്ടും അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ചിലപ്പോൾ സംടൈംസ് എന്തെങ്കിലും ഹെർബ്സ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ, ഹെർബ്സ് എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി എന്തെങ്കിലും പേസ്റ്റുകളായിരിക്കും, ലീവ്സ് എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ട് അതുകൂടി ജോയിൻ ചെയ്തിട്ടും ഇത്തരത്തിൽ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ, കളർ, ഡാർക്ക്നെസ്, അതുപോലെ തന്നെ വെയിറ്റ് കുറയാൻ, ഫാറ്റ് ബേൺ ചെയ്യാൻ, അതിനൊക്കെയും ഈ ഒരു ചികിത്സാ മാർഗം വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അപ്പം ഞാൻ പൊതുവെ ഒരു ബോഡി ഇങ്ങനെ മൈൻഡ് ഇങ്ങനെ അതിൻ്റെ ഒരു മെയിൻ്റനൻസ് എന്നുള്ള രീതിയിലാണ് ഞാൻ പൊതുവെ ഇതിൻ്റെ ഇത്തരം ഒരു ചികിത്സയിൽ ഇങ്ങനെ വന്നുള്ളത്. അപ്പോൾ അത് കൂടെ ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യാറുള്ളത് കൊണ്ട് എനിക്ക് സാധാരണ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. മനുഷ്യൻ്റെ ഇതിനൊരു എന്താ പറയുക, ഒരു ജീവശക്തി ഉണ്ടല്ലോ. അത് തന്നെ നമ്മളെ രോഗം മാറ്റാൻ അതിനെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്രകൃതി ചികിത്സയിൽ അത് മാത്രം അത് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ ശാരീരികവും മാനസികവുമായുള്ള രോഗങ്ങൾ ഇല്ലാതെ ആവുകയും നമുക്കതിൻ്റെ ഒരു സുഖമുണ്ടാവുകയും ചെയ്യുന്ന ഒരു അനുഭവം വളരെ കാലമായി എനിക്കുള്ളതുകൊണ്ട് ഞാനത് തുടർച്ചയായി അത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരാളാണ്. സഞ്ജീവനി കേരളത്തില് ഇത്രയും നല്ല അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു പ്രകൃതി ചികിത്സാലയം വേറെ ഇല്ല. അതുപോലെ ഇത്രയും സൗകര്യങ്ങളുള്ള ഒരു പ്രകൃതി ചികിത്സാ കേന്ദ്രം കേരളത്തിൽ വേറെ എന്തായാലും ഇല്ല എന്ന് എനിക്ക് ഉറപ്പാണ്. പ്രകൃതി ചികിത്സാ കേന്ദ്രങ്ങൾ കേരളത്തിൽ വേറെ ഉണ്ട്, ചികിത്സാ വിദഗ്ധന്മാരും ഒക്കെ ഉണ്ടായിരിക്കാം, ഒക്കെ ഉണ്ട്, ഉറപ്പാണ്. പക്ഷെ ഇത്രയും സൗകര്യങ്ങളുള്ള ഒരു പ്രകൃതി ചികിത്സാ കേന്ദ്രം കേരളത്തിൽ സഞ്ജീവനി തന്നെയാണുള്ളത്. ഞാനിപ്പോൾ ഒരു 64 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഒരാളാണ്. അപ്പോൾ നമുക്ക് ചെറിയ ശാരീരികമായ ഇതൊക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ വരുന്നത്. അപ്പോൾ എനിക്ക് ഇത് കഴിഞ്ഞ് പോകുമ്പോൾ എൻ്റെ അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ നല്ലോണം കുറഞ്ഞ് വളരെ ശാരീരികവും മാനസികവുമായ ഒരു ഉഷാറും വളരെ ഒരു എന്താ പറയുക, നല്ല ഇതിലേക്ക് ഉണർവ് ശരീരത്തിനും മനസ്സിനും കിട്ടാറുണ്ട്. അപ്പം അതൊരു ഞാൻ ഇത് വീണ്ടും ഇതിൻ്റെ ഒരു ആവശ്യം വരുമ്പോൾ വീണ്ടും ഇവിടെ വന്ന് ഇത് ചെയ്തു പോകും. ഇത്തരം കാര്യങ്ങളാണ് സഞ്ജീവനിയിൽ നടക്കുന്നത്, ഈ പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിൽ നടക്കുന്നത്. ഈ സഞ്ജീവനി സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ പേരാമംഗലം എന്ന് പറയുന്ന ദേശത്താണ്. അതായത് മുണ്ടൂരിൽ നിന്ന് വരടിയം റൂട്ടിലാണ്. ഒരു 5.5 ഏക്കർ സ്ഥലത്താണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥാപനത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും ഇവിടേക്ക് സ്വാഗതം. എല്ലാവർക്കും ഈ സ്ഥാപനം സന്ദർശിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു.